അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോകട്ടെ. അതിനായിട്ട് നമ്മുടെ സ്വന്തം ഓലോട്ടിലുള്ള പ്രവീസ് എന്ന് പറഞ്ഞത് ഈ കാണുന്ന അധിക വർക്കും അറിയാത്ത കടയിലേക്കാട്ടോ. അങ്ങനെ കഥയൊക്കെ തുറന്ന് നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മളെ ബോയ്സിന്റെ സെഷനിലേക്ക് വിട്ടിട്ട് ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഷർട്ടൊക്കെ നോക്കാൻ നട്ട് വിചാരിച്ചു. എന്തായാലും ഒന്ന് രണ്ടെണ്ണം നമ്മൾ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണം ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ആദ്യത്തെ ഐറ്റം തന്നെ നമുക്ക് നല്ല ഫിറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ രണ്ടാമത്തെ സൈസ് ഇച്ചിരി കൂടി പോയെന്നൊരു ഡൗട്ട്. കൂട്ടത്തെ നമുക്ക് ഈ കാണുന്ന കേട്ടോ നല്ലോണം ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഏതെടുക്കുമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമായിരുന്നു നമ്മൾ. പിന്നെ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത തുണി തന്നെ അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ കടയിലെ ചേട്ടൻ ഓണത്തിന്റെ കോംബോ സാധനങ്ങളായിട്ട് ഇതൊക്കെ ഷോർട്ട് കുർത്ത കേട്ടോ. അതിന് ചേർന്ന മുണ്ടിന്റെ കരയും കൂടെ ഇതിന് വന്നേ. എന്നാ പിന്നെ ഇത് ഇട്ടിട്ട് തന്നെ ബാക്കി കാര്യം. നേരത്തെ എടുത്ത് ഷർട്ട് വേണോ ഇത് വേണോ എന്നുള്ള കൺഫ്യൂഷൻ ആയി. പ്രിന്റഡ് കുർത്ത അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ എന്തായാലും നമ്മൾ എടുത്ത ഷർട്ട് ഈ കാണുന്നത് കോളേജിലേക്ക് ഓണത്തിന് തരംഗമാവുന്ന മോഡൽ ഷർട്ട് ഈ കാണുന്ന പ്ലെയിൻ ഷർട്ടുകൾ. അതും അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ കേട്ടോ. പുതിയ സ്റ്റോക്കുകളുടെ ഒരു കെട്ട് തന്നെ ഇവിടെ. ഇനി അതിന് പറ്റിയ മുണ്ട് വേണമെങ്കിൽ അതും ഉണ്ട് ഇവിടെ. അതും കിടിലം മാവേലി പ്രിന്റഡ് ആയിട്ടുള്ളത്. ഈ കാണുന്നൊക്കെ ബാലരാമപുരം മുണ്ടുകളാട്ടോ. ചേച്ചിമാർക്ക് പറ്റിയ നല്ല സെറ്റ് സാരികൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ സെറ്റ് സാരി വേണ്ടാത്തവർക്ക് നല്ല രീതിയിലുള്ള ടോപ്പിന്റെ കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ കിടലൻ സാരികളും കൊച്ചു കുട്ടികൾക്ക് പറ്റിയ തുണികളും ഇവിടെ കിട്ടും. പിന്നെ 50 വർഷത്തെ പാരമ്പര്യമുള്ള കടയാണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു പേടിയും. അങ്ങനെ നമ്മളെടുത്ത് തുണി കവറിലാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ തുണികളൊക്കെ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരേണ്ട ഒരു കടയായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്ന ഓലോട്ടിലുള്ള മായാ സെന്ററിലെ തൊട്ടപ്പുറത്തുള്ള കടയാട്ടോ. അങ്ങനെ തുണിയൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.